നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയെ ലക്ഷ്യമിട്ട് നിരന്തരം ആക്രമണം അഴിച്ചുവിടുന്ന ഹൂതികളുടെ ആക്രമണ മനോഭാവത്തിൽ ഇനിയും യാതൊരുവിധ തരത്തിലുള്ള മാറ്റങ്ങളും വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസവും സൗദിക്ക് നേരെ യമനിലെ സായുധ വിമത സംഘമായ ഹൂതികൾ വീണ്ടും ആക്രമണം നടത്തിയിരുന്നു. തൊടുത്തുവിട്ട 2 മിസൈലുകൾ അറബ് സഖ്യസേന നിർവീര്യമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. ഇതിന്റെ തൊട്ടു മുൻപ് ദിവസം സൗദി അറേബ്യയിൽ ജിസാനിൽ അരാംകോ എണ്ണ കമ്പനിയുടെ ശാഖയിൽ ഉൾപ്പെടെ 4 ആക്രമണം ഉണ്ടായത്. 4 ഡ്രോണുകളാണ് ജിസാനിലേക്ക് പതിച്ചത്. ജിസാനിൽ അരാംകോ കമ്പനി ദർഫ്രാൻ, അൽ ജനൂ പവർ സ്റ്റേഷൻ, അൽ ഷഫീഖിലെ ഡിസലിനേഷൻ പ്ലാന്റ് എന്നിവിടങ്ങളിലേക്കാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഖാമിസ് മുഷൈത്തിലെ ഗ്യാസ് സ്റ്റേഷനിലേക്കായിരുന്നു 4ാമത്തെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഡ്രോൺ ആക്രമണത്തിന് പുറമെ ജിസാനിൽ മിസൈൽ ആക്രമണം ഉണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഹൂതി ആക്രമണത്തിന്റെ വെളിച്ചത്തിൽ എണ്ണ വിപണിയിൽ എന്തെങ്കിലും കുറവുണ്ടായാൽ തങ്ങൾ ഉത്തരവാദികളല്ലെന്നാണ് സൗദി അറേബ്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സൗദിയിലെ എണ്ണ സംഭരണശാലകൾക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ആക്രമണത്തിന്റെ വെളിച്ചത്തിലാണ് സൗദി വിദേശകാര്യ മന്ത്രാലയത്തിലെ ഔദ്യോഗിക വൃത്തങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാൻ പിന്തുണയുള്ള ഹൂതികളുടെ ആക്രമണത്തിന്റെ വെളിച്ചത്തിൽ ആഗോള വിപണികളിലേക്കുള്ള എണ്ണ വിതരണത്തിലെ കുറവിന്റെ ഉത്തരവാദിത്തം സൗദി അറേബ്യ വഹിക്കില്ല. ഭീകരരായ ഹൂതികൾക്ക് ബാലിസ്റ്റിക് മിസൈലും സാങ്കേതിക വിദ്യകളും അത്യാധുനിക ഡ്രോൺ വിമാനങ്ങളും നൽകുന്നത് ഇറാൻ തുടരുന്നതിലെ അപകടത്തെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹം ബോധവാന്മാരാകേണ്ടതിന്റെ പ്രാധാന്യം സൗദി വ്യക്തമാക്കി. രാജ്യത്തെ എണ്ണ, വാതക അനുബന്ധ ഉത്പാദന കേന്ദ്രങ്ങളും അവയുടെ വിതരണവുമാണ് ഹൂതികൾ ലക്ഷ്യമിടുന്നത്. ഇത് ഉൽപാദനം, സംസ്കരണം, ശുദ്ധീകരണം എന്നീ മേഖലകളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. രാജ്യത്തിന്റെ ഉൽപാദന ശേഷിയിലും അതിന്റെ ബാധ്യതകൾ നിറവേറ്റാനുള്ള കഴിവിലും സ്വാധീനം ചെലുത്തുമെന്നും വിദേശ മന്ത്രാലയ വൃത്തങ്ങൾ പറഞ്ഞു. ആഗോള വിപണികളിലേക്കുള്ള ഊർജ വിതരണത്തിന്റെ സുരക്ഷിതത്വത്തിനും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയാകുമെന്നതിൽ സംശയമില്ല. ഊർജ വിതരണം നിലനിർത്തുന്നതിനുള്ള ഉത്തരവാദിത്തം അന്താരാഷ്ട്ര സമൂഹം ഏറ്റെടുക്കേണ്ടതിന്റെയും ഹൂതികൾക്കെതിരെ ഉറച്ചു നിൽക്കുകയും അട്ടിമറി ആക്രമണങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യം വിദേശകാര്യ വൃത്തങ്ങൾ വിശദമാക്കി. ആഗോള വിപണിയിലെ വളരെ സങ്കീർണമായ ഈ സാഹചര്യത്തിൽ പെട്രോളിയം വിതരണത്തിന്റെ സുരക്ഷയ്ക്ക് നേരിട്ട് ഭീഷണി ഉയർത്തുന്നതാണ് ഹൂതികളുടെ തുടർച്ചയായുള്ള ആക്രമണമെന്നും വിദേശകാര്യ വൃത്തങ്ങൾ പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.